എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദ മോളെ തിരിച്ചു കിട്ടാനായിട്ട് ഇന്ദീവരത്തിലേക്ക് എത്തുവാണ്. അന്നേരമാണ് എന്തിനാണ് ഗൗരിയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നുള്ള സംഭവം എല്ലാവരും അറിയുന്നത്. അവിടെ വെച്ചും ഗൗതമും നന്ദയും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഗൗതം ഒരു തരത്തിലും മോളെ വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരോട് പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ മകളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവകാശവാദം ഉന്നയിച്ച ഒരു സ്ത്രീ വരുമെന്ന്. അവരെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പോലീസുകാർ നന്ദേനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇത് കഴിഞ്ഞ് വീട്ടിലുള്ളവരോ ഗൗതത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കാണുമ്പം ആകെ ടെൻഷൻ ആവുന്നത് മോഹിനിക്കാണ്. കാരണം ഇന്ദീവരത്തിൻ്റെ അനന്തരാവകാശി എൻ്റെ മകൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നല്ലോ മോഹിനി. അതിൻ്റെ ടെൻഷൻ മോഹിനിക്ക്. ഇനി ഗൗരി വന്നു, ഗൗരിയുടെ പുറകെ ഇനി നന്ദയ്ക്കൂടെ ഇന്ദീവരത്തി സ്ഥാനം കിട്ടിയാൽ തൻ്റെ സ്ഥാനം പോകുമല്ലോ എന്ന സങ്കടം പിങ്കിക്ക്. അങ്ങനെ എല്ലാവരും ആകെ ടെൻഷനിൽ നിൽക്കുവാണ്. അതിനുശേഷം ഗൗരി മോൾക്ക് നല്ല പനിയുണ്ട്, നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മോളിന് അടുത്ത് തന്നെ ഗൗതം ഉണ്ടോട്ടെ. ഇടയ്ക്ക് മോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഗൗതത്തെയും അതുപോലെ നന്ദുമോനെയും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ്. പിങ്കി ആകെ സങ്കടപ്പെട്ട് ലക്ഷ്മിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുറേ കഴിയുമ്പം ഗൗതത്തിൻ്റെ മനസ്സ് മാറും, ഗൗതം നന്ദയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ പിന്നെ എൻ്റെ സ്ഥാനം എന്താണ്, ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുവാണ് ലക്ഷ്മിയോട്. ഇതാണ് പറയുന്നത്, കണ്ടവൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി സ്ഥാനം ഉറപ്പിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്ഥാനം പുറത്തേക്ക് പോകുമെന്ന് ടെൻഷൻ അടിച്ച് ആകെ വിഷമിച്ച് കരയുന്ന പിങ്കിയെ കാണിക്കുന്നുണ്ട്.